ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യങ്ങൾ കണ്ടാലോ. അപ്പം ഇന്നൊരു ഫ്രൈഡേ ആണ് കേട്ടോ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫ്രൈഡേ എല്ലാവർക്കും അറിയാം, ഒരു സ്പെഷ്യൽ ഡേ ആണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ സ്പെഷ്യലാണ് കേട്ടോ ഫ്രൈഡേ. എന്താണെന്ന് ചോദിച്ചാൽ എന്താണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. ഫ്രൈഡേ എന്തോ എനിക്ക് ഭയങ്കര പ്രൊഡക്റ്റീവ് ആവാൻ ആഗ്രഹമുള്ളൊരു ദിവസമാണ്. ഞാൻ ആ ദിവസം ഭയങ്കര പ്രൊഡക്റ്റീവാക്കി മാറ്റാറുണ്ട്. നല്ല ഫുഡ് ഉണ്ടാക്കും, എൻ്റെ കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ കറക്റ്റായിട്ട് ചെയ്യും. അങ്ങനെ ഒരു ഡേ കൂടിയാണ് കേട്ടോ ഇന്ന്. അപ്പം നമുക്ക് എന്നത്തെയും പോലെ കോഫി ഉണ്ടാക്കാം കേട്ടോ. കോഫി എന്തോ എനിക്ക് രാവിലെ കോഫി ഇട്ടില്ലെങ്കിൽ ഭയങ്കര തലവേദനയാണ്, കോഫി അല്ലെങ്കിൽ ചായ. അപ്പോൾ ഇന്ന് നമുക്ക് കോഫി ഉണ്ടാക്കാം. ഓക്കെ, ആസ് യൂഷ്വൽ ഇപ്പോൾ സംഭവിക്കുന്നത് നമ്മളെന്നും പൊതുവെ കാണിക്കാറുള്ള സംഭവമാണ്. നമ്മൾ പൊടിയിട്ടു, കോഫി തിളച്ച് പൊങ്ങുന്നു. എനിക്കിതെന്തോ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കോഫി കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഓക്കെ, എന്നെ പോലെയുള്ള കോഫി ലവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കാണുന്നുണ്ട്. താങ്ക് യു ഫോർ യുവർ ഓൾ സപ്പോർട്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തിട്ടുള്ളത് റൊട്ടിയും പിന്നെ കുറച്ച് പൊട്ടാറ്റോ. ഞാൻ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് വിവരിക്കുന്നില്ല, കാര്യം ഇന്നലെ നമ്മൾ നൈറ്റ് ബ്രോസ്റ്റാണ് വാങ്ങിച്ചിരുന്നത് കഴിക്കാനായിട്ട്. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ മോർണിംഗിന് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പ്രത്യേകം പറയുകയാണ്, ആരും ഇത്തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാതിരിക്കുക. ഞാനോ ഹെൽത്ത് നോക്കാണ്ടാണ് ഇപ്പോൾ കഴിക്കുന്നത്. അപ്പോൾ ഹെൽത്ത് നോക്കുന്നവരാണെങ്കിൽ മെയിനായിട്ട് കഴിക്കണ്ട. ഇനി ഹെൽത്ത് നോക്കാത്തവരാണെങ്കിലും ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എപ്പോഴെങ്കിലും കഴിക്കുമ്പോൾ കുഴപ്പമില്ല, എപ്പോഴും കഴിക്കാണ്ടിരിക്കുക കേട്ടോ. ഞാൻ എപ്പോഴും കഴിക്കാറില്ല. പിന്നെ ഞാൻ ഹെൽത്തി അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ദോഷം തെറ്റാണെങ്കിൽ ഞാനത് തെറ്റാണെന്ന് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് തന്നെ എപ്പോഴും കഴിക്കുന്നവർ കഴിക്കാതിരിക്കുക, വല്ലപ്പോഴും ഒക്കെ ആണെങ്കിൽ ഓക്കെ. അപ്പോൾ ഇത് ഹെൽത്തി അല്ല കേട്ടോ, ഒട്ടും ഹെൽത്തി അല്ല. പിന്നെ നമ്മൾ ഇന്ന് തൽക്കാലം ഫ്രൈഡേ ആണ്, ബാക്കി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നന്നായിട്ട് പ്രൊഡക്റ്റീവ് ആവാനുള്ള ഒരു ഡേ ആയതുകൊണ്ട് ഞാൻ സിംപ്ലിസിറ്റി നോക്കിയതാണ്. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തീർക്കാം, ഒത്തിരി പണികളുണ്ട്. അപ്പം നമ്മളിന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. നോർമൽ സാധാ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് സ്പൈസസ് ആയിട്ട് നമ്മൾ ഏലക്കായി, പട്ട, കുറച്ച് ഗ്രാമ്പു, പിന്നെ തക്കോല എന്ന് പറയുമല്ലോ, അതും കൂടി ആഡ് ചെയ്തു. പിന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അരി ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി. അത് മാത്രം ആഡ് ചെയ്ത് നമ്മൾ വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. ആസ് യൂഷ്വൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സവാള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ തൊലി കളഞ്ഞ് മുളകും കൂടി കൂട്ടിയിട്ട് നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് കൂട്ടിയിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണ്. പിന്നെ നമ്മളെടുക്കുന്ന റൈസിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ അതിലേക്കുള്ള സ്പൈസസും കാര്യങ്ങളും ഒണിയനും ഒക്കെ ആഡ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതൊക്കെ അടിച്ചെടുത്തിട്ട് ബാക്കി കാണിക്കാം കേട്ടോ.
ഇതിനിടയ്ക്ക് തന്നെ നമ്മൾ എമ്മി ബേബിനെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അവൻ്റെ കുളിയൊക്കെ കഴിപ്പിച്ച് അവനെ സുന്ദരനാക്കി മാറ്റി ഡ്രസ്സ് ചെയ്ത് തൊപ്പിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവന് ജുമാക്ക് പോവാണ് കേട്ടോ, പള്ളിയിലേക്ക് കാക്കുൻ്റെയും ബ്രദറിൻ്റെയും ഒക്കെ കൂടെ പോവാണ്. അപ്പോൾ അവൻ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ബിരിയാണിയിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ച ശേഷം നമസ്കരിക്കാനായിട്ട് വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഫ്രൈഡേ രാവിലെ മോർണിംഗ് അടുക്കളയിൽ കയറുന്നതിന് മുമ്പേ കുളിച്ച് വൃത്തിയായിട്ട് ഒക്കെയാണ് കേട്ടോ കയറുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ വന്നിട്ട് നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിക്കും. അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയോ ഇല്ലേ എന്നുള്ളത് നമ്മൾ നോക്കാറില്ല. ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ നമ്മൾ നമസ്കരിച്ച് ഖുർആനൊക്കെ കുറച്ച് നേരം ഓതി നമ്മുടെ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ച് അൽഹംദുലില്ലാ അങ്ങനെയാണ് നമ്മൾ പിന്നെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് പോവട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഏത് പണിയിലാണെങ്കിലും ബാങ്ക് വിളിക്കുന്ന സമയത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കാട്ടോ. ലൈഫിൽ ആരൊക്കെ നമ്മളെ ദ്രോഹിച്ചാലും എന്ത് പ്രശ്നങ്ങളൊക്കെ വന്നാലും ആരൊക്കെ നമ്മളെ എന്തൊക്കെ പറഞ്ഞ് മോശമാക്കിയാലും അതുപോലെ എത്ര കുറ്റപ്പെടുത്തിയാലും കുറ്റം പറഞ്ഞാലും ആരെന്തൊക്കെ അവർ നശിപ്പോണമെന്നൊക്കെ പറഞ്ഞാലും എൻ്റെ വിശ്വാസം എൻ്റെ പ്രാർത്ഥനകൾ എന്നെ രക്ഷിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. എന്ത് പ്രാർത്ഥിച്ചാലും നമ്മളെ മൈൻഡും ഹൃദയവും നന്നാവുക എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ നമ്മളാരെയും ദ്രോഹിക്കാൻ പോകണ്ട. നമ്മളെ ആരും ഒരു തരത്തിലും ദ്രോഹിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ദ്രോഹിക്കുകയാണെങ്കിൽ നമുക്കത് നമ്മുടെ ജീവിതത്തിലോട്ട് വരാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അത്രേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് എല്ലാ ഫ്രൈഡേ എന്നല്ല എല്ലാ ദിവസവും പ്രാർത്ഥിക്കാം. ഞാനിപ്പോൾ ഇത് ഫ്രൈഡേ ആയതുകൊണ്ട് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണിക്കാറില്ല. പിന്നെ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ കാണിച്ചാണ്. ആർക്കെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും നമ്മൾ മോട്ടിവേഷനൊന്നും ചെയ്തതല്ല, നമുക്ക് പറയാനുള്ളൊരു ചെറിയ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ആരും തെറ്റിദ്ധരിക്കാണ്ടിരിക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മൾ കുറച്ച് എന്താ ആഡ് ചെയ്തു, നെയ്യ് ആഡ് ചെയ്തു, പിന്നെ കുറച്ച് ഓയിൽ ആഡ് ചെയ്തു, പിന്നെ നമ്മൾ ഒണിയന് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സാൾട്ടും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ നമ്മളിതിലേക്ക് പിന്നെ നമ്മൾ പേസ്റ്റ് ചെയ്തതില്ലായിരുന്നോ അരച്ചിട്ട്, മിക്സിയിൽ ജാറിൽ അരച്ചിട്ട് ജിഞ്ചർ ഗാർലിക് ചില്ലി ഗ്രീൻ ചില്ലി പേസ്റ്റ് ആഡ് ചെയ്തു. പിന്നെ നമ്മൾ കറിവേപ്പില ആഡ് ചെയ്തു. ഇതൊക്കെ വാടി നന്നായിട്ട് സെറ്റായി വന്ന ശേഷം നമ്മൾ ടൊമാറ്റോ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം കേട്ടോ. ഇതിൽ പൊടികൾ എന്ന് പറയുമ്പോൾ കാശ്മീരി മുളക് പൊടി ഉണ്ട്, മഞ്ഞൾപ്പൊടി ഉണ്ട്, ഗരം മസാല ഉണ്ട്, കുരുമുളക് പൊടി ഉണ്ട്, പിന്നെന്താ പെപ്പർ പൗഡർ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്നവരെ മിക്സ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ പൊടികളൊന്ന് മിക്സായി സെറ്റാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതാണ്. പിന്നെ സിമ്പിൾ ബിരിയാണിയാണ്, നോർമൽ ബിരിയാണിയാണ്, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് കെച്ചപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. പിന്നെ ഒരു ചിക്കൻ ക്യൂബും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് ഞാനൊന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. പിന്നെ ഈ ബിരിയാണി ഞാൻ പറഞ്ഞല്ലോ നോർമലാണ്, പക്ഷെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ എവിടെ നോക്കിയ റെസിപ്പിയോ കാര്യങ്ങളോ ഒന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ നോക്കിയതാണെന്ന് ഞാൻ പറയും. ഇത് ഞാൻ സ്വയം എനിക്ക് അറിയാവുന്ന റെസിപ്പി, ഞാൻ എൻ്റേതായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ
നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ട് നമ്മൾ മസാലയൊക്കെ ഒന്ന് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. ചിക്കനിലേക്ക് നന്നായിട്ട് ആവാൻ വേണ്ടിയിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടെന്ന് തോന്നിയപ്പോൾ കുറച്ച് സാൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില നിങ്ങൾ ഇട്ടോളൂ, ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ മല്ലിയില തീർന്നു, സോറി. അപ്പം ഞാൻ പുതിനയില ഉണ്ട്, മല്ലിയില ഉണ്ടായിരുന്നു, പക്ഷെ അത് കേടായിപ്പോയി. അതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്തിട്ടില്ല. ഞാൻ കുറച്ച് പുതിനയിലയും പിന്നെ യോഗേർട്ടാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. യോഗേർട്ടും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നും കൂടി വേവിച്ചെടുക്കുകയാണ്, നന്നായിട്ട് അടച്ചു വെച്ചിട്ട്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഓക്കെ. അപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടണം. പിന്നെ ചിക്കൻ നല്ല ജ്യൂസി ആവുന്നതാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ ചോറിൻ്റെ ഒരു ഓവറോൾ പരുവം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അസ്ർ നമസ്കരിച്ചു. ഇനി നമ്മൾ കുറച്ച് നേരം ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ഓപ്പൺ ടെറസിൻ്റെ അവിടെ ഇരുന്നിട്ടാണ് ഖുർആൻ ഓതുന്നത്. നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്നിട്ട് ഓതുമ്പോൾ ഒരു പ്രത്യേക ഫീലാണല്ലോ. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇവിടെ ഇരുന്നിട്ടാണ് ഖുർആൻ ഓതുന്നത്. അപ്പോൾ ഓക്കെ, അൽഹംദുലില്ലാ. പിന്നെ നമ്മൾ പ്രെയർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ളവർ നമ്മുടെ പ്രെയർ കാണണം എന്ന് വിചാരിച്ചിട്ടല്ല. നമ്മൾ ചെയ്യുന്ന വീഡിയോ വഴി ഇൻസ്പയർ ആയിട്ട് ചെയ്യുന്നവർ ചെയ്യട്ടെ എന്നും കൂടി വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമ്മളൊരു ഡേ ആണ് നമ്മൾ കാണിക്കുന്നത്. പിന്നെ ഫ്രൈഡേ ആകുമ്പോൾ അതിനനുസരിച്ചുള്ളൊരു മാറ്റങ്ങൾ നമ്മൾ ഓരോ വീഡിയോയിലും വരുത്തുന്നുണ്ട്. ഫ്രൈഡേ ആകുമ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മളെ സംബന്ധിച്ച് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു ദിവസം കൂടിയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ആ ഡേ പ്രൊഡക്റ്റീവാക്കി മാറ്റും. അതാണ് നമ്മൾ വീഡിയോയിൽ കൂടെ ഷൂട്ട് ചെയ്യുന്നത്. ആർക്കെങ്കിലും ഇൻസ്പയർ ആവുകയാണെങ്കിൽ ആവട്ടെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഓക്കെ, നമുക്കിനിയും ഒത്തിരി സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.